ഹലോ ഗൈസ്, ജിതനാണ് യുവർ സ്പിരിച്വൽ ബഡി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ദിവസമായി ഈ പറയുന്ന പോലെ വീഡിയോസൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നതെങ്കിലും പക്ഷേ തിരിച്ച് റൂമിലോട്ട് എത്തുമ്പോൾ ഭയങ്കര ലേറ്റ് ആവുന്നുണ്ട്. കാരണം ഓഫീസിൽ ലേറ്റ് നൈറ്റ് വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചില സമയങ്ങളിലൊക്കെ എത്തുമ്പോൾ അത്യാവശ്യം നല്ല ലേറ്റ് ആവുന്നുണ്ട്. അപ്പം ഇനി കുളിയും ജപവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു സമയമാവും. അത് കഴിയുമ്പോഴേക്കും ഉറങ്ങാനുള്ള സമയമാവുന്നതുകൊണ്ട് നേരത്തെ കയറി കിടന്നുറങ്ങും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്യാത്തത്. അതുകൊണ്ടാണ് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എല്ലാവരോടും ഒരു ക്ഷമ ചോദിച്ചിട്ട് ഈ വീഡിയോ തുടങ്ങുന്നത്. ഞാൻ കുറച്ച് ദിവസത്തിന് മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്ററായിട്ട് ഞാനൊരു സംഭവം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ബ്രഹ്മമുഹൂർത്തവും മെഡിറ്റേഷനിലോട്ടുള്ള നിങ്ങൾക്കുള്ള സംശയങ്ങളും എങ്ങനെ മെഡിറ്റേഷൻ തുടങ്ങാം എന്നതിനെ പറ്റിയൊക്കെ. അതിൻ്റെ ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയുടെ അവസാനം വരെ കണ്ടിരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. കാരണം അവസാനം ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം നിങ്ങളെല്ലാവരും ഇപ്പോഴത്തെ ഒട്ടുമിക്ക എല്ലാവരും ചോദിക്കുന്നൊരു കാര്യം കൂടിയാണ്. അത് ഞാൻ അവസാനം പറയാം. ഒരു സസ്പെൻസായിട്ട് തന്നെ ഇരിക്കട്ടെ. ഓക്കെ, പലരും ചോദിക്കുന്നുണ്ട് ബ്രഹ്മമുഹൂർത്തം എന്താണ്, ബ്രഹ്മമുഹൂർത്തം എപ്പോഴാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുക. ഇതാദ്യം പറഞ്ഞിട്ട് പോവാം. മുഹൂർത്തം എന്താണെന്ന് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 48 മിനിറ്റ് എന്നൊരു ടൈം ഫ്രെയിമാണ് മുഹൂർത്തമായിട്ട് നമ്മുടെ പഴയ ആസ്ട്രോളജിയിലൊക്കെ പറയുന്നത്. സോ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് സൂര്യൻ എപ്പോൾ ഉദിക്കുന്നു അതിൻ്റെ 2 മുഹൂർത്തങ്ങൾക്ക് മുന്നേ, അതായത് 1 മണിക്കൂർ 36 മിനിറ്റിന് എഹെഡ് മുൻപേ ഉള്ള ഒരു സമയമാണ് ബ്രഹ്മമുഹൂർത്തം. ഒരു 48 മിനിറ്റ് വിൻഡോ ഫ്രെയിമാണ് ബ്രഹ്മമുഹൂർത്തം. സപ്പോസ് ഇപ്പം നിങ്ങളുടെ നാട്ടിൽ 6:36 സൂര്യൻ ഉദിക്കുന്നതെങ്കിൽ 6:36 നിന്ന് 1 മണിക്കൂർ 36 മിനിറ്റ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് 5 മണി തുടങ്ങി 5:48 വരെയാണ് ബ്രഹ്മമുഹൂർത്തം. ശരിക്കും ഈ പറഞ്ഞ 5 മണിയൊന്നും ആയിരിക്കില്ല. അത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി. അതായത് നാളത്തെ ബ്രഹ്മമുഹൂർത്തം എപ്പോഴാണെന്ന് ജസ്റ്റ് ഗൂഗിളിൽ പറഞ്ഞു കൊടുത്താൽ മതി. നിങ്ങളുടെ സ്ഥലവും പറഞ്ഞു കൊടുത്താൽ എക്സാക്റ്റ് ആയിട്ട് ഗൂഗിൾ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തരും. കാരണം അത്രയ്ക്കും പുരോഗമനമുണ്ടല്ലോ നമ്മുടെ ടെക്നോളജിയിൽ. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ചില ആപ്പുകളൊക്കെ ഉണ്ട് ബ്രഹ്മമുഹൂർത്തത്തിന് വേണ്ടിയുള്ള. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്തോട് നിങ്ങൾ സമയം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്ലേസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രഹ്മമുഹൂർത്തം കിട്ടും. ഇനി ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു പോവാം. അതായത് കോസ്മിക് എനർജി, അതായത് യൂണിവേഴ്സിലോട്ട് കോസ്മിക് എനർജി ഏറ്റവും കൂടുതൽ വരുന്ന സമയമാണ് ഈ പറയുന്ന ബ്രഹ്മമുഹൂർത്തം. ഓക്കെ, അത് നമ്മൾ സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യുക. ഇനി ആയുർവേദിക് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റിലീജിയസ് പരമായിട്ട് രീതിയിലൊക്കെ കണക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ, അതായത് സർക്കേഡിയൻ റിതം എന്ന് പറയുന്നൊരു റിതമുണ്ട്. ഈ റിതം ഏറ്റവും കൂടുതൽ ഹാർമണി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സിങ്ക്രണൈസ്ഡായിട്ട്, അതായത് ഒത്തൊരുമി പോകുന്നൊരു സമയമുണ്ട്. അതായത് നമ്മുടെ ബോഡിയും നമ്മുടെ പ്രപഞ്ചവും നമ്മുടെ ശരീരവും പ്രപഞ്ചവുമായിട്ട് ഈ പറയുന്ന സർക്കേഡിയൻ റിതം ഏറ്റവും കൂടുതൽ സിങ്ക്രണൈസ് ചെയ്ത് പോകുന്ന ഒരു ടൈം ഫ്രെയിമാണ് ഈ പറയുന്ന ബ്രഹ്മമുഹൂർത്തം. മൂന്നാമത്തെ കാര്യം കുറച്ചും കൂടി ലോജിക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ പറയുന്ന സമയത്ത് നമ്മുടെ അറ്റ്മോസ്ഫിയർ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കുള്ളൂ. ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല നമുക്ക്. സോ ഈ ഒരു ടൈം ഫ്രെയിമാണ് മെഡിറ്റേഷന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ടൈം ഫ്രെയിം. കാരണം ആ സമയത്ത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക, ഒരു 101 ദിവസമൊക്കെ അടുപ്പിച്ച് നമ്മൾ മെഡിറ്റേഷൻ കണ്ടിന്യൂസ്ലി ചെയ്തു തുടങ്ങുകയാണെങ്കിൽ നിങ്ങളിൽ വല്ലാത്ത മാറ്റങ്ങൾ വന്നു തുടങ്ങും. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ നിങ്ങളിലോട്ട് വന്നു തുടങ്ങും. ഞാൻ എൻ്റെ മുന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് മെഡിറ്റേഷനിലോട്ടുള്ള ആദ്യത്തെ പടി അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ്. ആ വീഡിയോനകത്ത് ഞാൻ ബേസിക് ആയിട്ടുള്ള നമ്മുടെ പ്രാണൻ അല്ലെങ്കിൽ നമ്മുടെ ബ്രീത്തിങ് ടെക്നിക്സ് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ആ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഈ പറയുന്ന മെഡിറ്റേഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, മെഡിറ്റേഷനിലോട്ട് കിടക്കാം. ഇനി ഞാൻ പറയുന്ന പോലെ പ്രാണനാണ് മെഡിറ്റേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് നമ്മുടെ ബ്രീത്തിനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്, ബ്രീത്തിനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ഡിസ്ട്രാക്ഷനിൽ നിന്നും മാറി നിൽക്കാൻ പറ്റുള്ളൂ. സോ ബ്രീത്തിങ് ടെക്നിക്ക് നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ട് ഈ പറയുന്ന കാര്യങ്ങളിലോട്ട് വരാൻ ശ്രമിക്കുക മാക്സിമം. ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ സപ്പോസ് ഒരു 5 മണിയാണെങ്കിൽ നിങ്ങളൊരു 4:45 4:50 ആകുമ്പോൾ എഴുന്നേറ്റ് പല്ല് തേക്കുക, കുളിക്കണം, അല്ലെങ്കിൽ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് കുളിക്കാൻ പറ്റുമെങ്കിൽ കുളിക്കുക, ബെറ്റർ. ഇല്ലെങ്കിൽ ഇത്രയും രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ താല്പര്യമില്ലെങ്കിൽ കൈയും കാലും മുഖം കഴുകിയിട്ട് ഈ പറയുന്ന പോലെ വരിക. വന്നിട്ട് ഒന്നില്ലെങ്കിൽ ഈസ്റ്റിലോട്ട് ഫേസ് ചെയ്യുക, കിഴക്കോട്ട്, അല്ലെങ്കിൽ വടക്കോട്ട്, നോർത്തിലോട്ട് ഫേസ് ചെയ്തിരിക്കുക. ഇരിക്കുമ്പോൾ വെറുതെ തറയിലിരിക്കരുത്. ഓക്കെ, ഒരു ഏറ്റവും സ്യൂട്ടബിൾ മെറ്റീരിയൽ എന്ന് പറയുന്നത് ദർഭപ്പുല്ലിൻ്റെ പായയാണ്. അത് ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും. ഒരു 2 അടി 2 അടിയുടെ ഒരു 179 രൂപ തുടങ്ങി നമുക്ക് സാധനം മേടിക്കാൻ കിട്ടുന്നുണ്ട്.
ഇനിയിപ്പോൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ തൊട്ടടുത്തുള്ള റേഷൻ കടകളിലൊക്കെ പണ്ട് ചനച്ചാക്ക് എന്ന് പറഞ്ഞൊരു ചാക്ക് മേടിക്കാൻ കിട്ടും. അത് ജൂട്ടിൻ്റെ ചാക്ക്. ആ ചാക്ക് നല്ലോണം കഴുകിയിട്ട് ഉണക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം. അല്ല ഇതും കിട്ടാൻ നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ നല്ല കോട്ടൻ്റെ ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇതിട്ടിട്ട് ശമ്പളം പടിഞ്ഞിരിക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന പത്മാസനത്തിലോ അല്ലെങ്കിൽ വജ്രാസനത്തിലോ ഏതൊരു സിറ്റിംഗ് പോസ്റ്ററാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നത് ആ സിറ്റിംഗ് പോസ്റ്ററിലോട്ട് ഇരിക്കുക. ഇരുന്നതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറയുന്നത് നമ്മൾ നാഡീശ്വസനം എന്ന് പറയുന്ന സംഭവം സിമ്പിളാണ്, ഞാൻ പറഞ്ഞുതരാം. ഈ പറയുന്ന പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടി ഞാൻ വിട്ടുപോയി, മിസ് ചെയ്ത്. അതായത് ഈ പറയുന്ന മാറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ചാക്കായാലും ഈ പറയുന്ന പോലെ നിങ്ങളുടെ ബെഡ്ഷീറ്റ് ആയാലും നിങ്ങൾ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് വേറൊരാളെയും യൂസ് ചെയ്യാൻ അനുവദിക്കരുത്. ഓക്കെ, എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എനർജി സ്റ്റോറിങ് ഉണ്ട്. അപ്പോൾ വേറൊരാളുടെ എനർജി അതിനകത്ത് വന്ന് കൊള്ളയിടോ അല്ലെങ്കിൽ മിസ് മാച്ച് ആവാൻ നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇനി നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നാഡീശ്വസനം. നിങ്ങൾ ഈ പറയുന്ന സംഭവം കണ്ടിട്ടുണ്ട്, ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്. ഇനി കാണാത്തവർ, ന്യൂ ജനറേഷൻ പിള്ളേർ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ബാംഗ്ലൂർ ഡേയ്സ് കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് നിവിൻ പോളിയുടെ അമ്മയുടെ റോൾ ചെയ്യുന്ന കൽപ്പന ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അതായത് ഇങ്ങനെ കാണിക്കുന്ന സംഭവം അനിലോം വിലോം, ഇത് തന്നെയാണ് നാഡീശ്വസനം. ഓക്കെ, നാഡീശ്വസനം ഞാൻ പറഞ്ഞുതരാം, പേടിക്കണ്ട. നാഡീശ്വസനം എന്ന് പറയുന്നത് നമുക്ക് ഉള്ളിൽ 72,000 നാഡികളുണ്ട്. ഈ നാഡികളിലെ ഈ നാഡീസിനെ നമ്മൾ റിലാക്സ് ചെയ്യാൻ പോകുകയാണ്. അതിനെ നമ്മൾ കൂളായിട്ട് എനർജൈസ് ചെയ്യാൻ പോകുന്നൊരു പരിപാടിയാണ് നാഡീശ്വസനം. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കൈയിൻ്റെ ചൂണ്ടുവിരലും നടുവിരലും മടക്കി വെക്കുക ഇങ്ങനെ. ഓക്കെ, ഇത് നമ്മുടെ റൈറ്റ് മൂക്കിൽ ക്ലോസ് ചെയ്യുക. എന്നിട്ട് ലെഫ്റ്റ് മൂക്കിലേക്ക് ഒരു ശ്വാസം കൊടുക്കുക. എന്നിട്ട് ഇത് വെച്ചിട്ട് ഇതിനെ ക്ലോസ് ചെയ്യുക. കുറച്ച് നേരം ആ ശ്വാസം ഹോൾഡ് ചെയ്യുക. അതിനുശേഷം റൈറ്റ് നോസിലേക്ക് കൂടി ഈ ശ്വാസം വിടുക. എന്നിട്ട് ആ സെയിം നോസിലേക്ക് കൂടി അടുത്ത ശ്വാസം എടുക്കുക. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ലെഫ്റ്റിലേക്ക് കൂടി തിരിച്ച് റിലീസ് ചെയ്യുക. ഇത് മിനിമം ഒരു 9 വട്ടമെങ്കിലും ചെയ്യുക. അതും കുറച്ചും കൂടി ശ്വാസം ഹോൾഡ് ചെയ്ത് കൊണ്ടുവരാനും നോക്കുക. ഓക്കെ, ഇനി എല്ലാ ദിവസവും ലെഫ്റ്റിലേക്ക് കൂടിയാണോ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല. കാരണം എല്ലാവരും പറയും ലെഫ്റ്റിലേക്ക് കൂടി സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അല്ല, ഇതിനും ഒരു ക്രമമുണ്ട്. ആ ക്രമം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടേബിൾ കാണിച്ചു തരാം. ഈ ടേബിൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ഇതാണ് പ്രോപ്പറായിട്ടുള്ള നാഡീശ്വസനത്തിൻ്റെ ക്രമരീതി. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഇതിൽ പറയുന്ന പോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. ഓക്കെ, എന്നിട്ട് ഈ പറയുന്ന 9 നാഡീശ്വസനം കഴിയുമ്പോൾ നമ്മൾ ഒരു കംഫോർട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ നടുവൊക്കെ എത്രത്തോളം സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാൻ പറ്റുന്നു അത്രത്തോളം സ്ട്രെയിറ്റ് ആയിട്ട് കംഫോർട്ടബിൾ ആയിട്ടുള്ളൊരു പൊസിഷനിൽ പോവുക. എന്നിട്ട് ധ്യാനമുദ്ര അല്ലെങ്കിൽ പൃഥ്വിമുദ്രയിലോട്ട് പോവുക. പൃഥ്വിമുദ്ര അറിയാലോ, ഇത് നമ്മുടെ കാലുകളുടെ മടിയുടെ ഇടയിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഫ്രീ ആയിട്ട് എത്രത്തോളം കംഫോർട്ടായിട്ടിരിക്കാൻ പറ്റുക. അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ വെച്ചാലും മതി, ഇങ്ങനെ വെച്ചിരുന്നാലും മതി. എന്നിട്ട് നിങ്ങൾ ശ്വാസത്തിലോട്ട് കോൺസെൻട്രേഷൻ കൊടുക്കുക. ശ്വാസത്തിലോട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ശ്വാസം നിങ്ങൾ എടുക്കുക, ഒരു 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, വിടുക. ഇതേപോലെ നേരത്തെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്, ആദ്യത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്, ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. കാരണം എല്ലാം പറഞ്ഞു പോയാൽ സമയം പോകും, അതുകൊണ്ടാണ്. എന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ എത്രത്തോളം കോൺസെൻട്രേഷൻസ് കൂട്ടാൻ നോക്കുക. അതിനിടയിൽ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് വരും. ഡിസ്റ്റർബൻസ് വരുമ്പോൾ നിങ്ങൾ കുറച്ചേരത്തേക്ക് അതിനകത്തോട്ട് പോകും. പേടിക്കണ്ട, തിരിച്ചങ്ങനെ ഡിസ്റ്റർബൻസ് ആയി കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും ശ്വാസത്തിലോട്ട് പോവുക. ഈ ഡിസ്റ്റർബൻസ് കുറച്ചിട്ട് നമ്മൾ നമ്മുടെ ബ്രീത്തിങ് കോൺസെൻട്രേഷനിലോട്ട് പോവുക. നമ്മൾ കണ്ണടച്ചിട്ട് വേണം ഈ പറയുന്ന പ്രോസസ്സൊക്കെ ചെയ്യാൻ വേണ്ടി. കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് പല വിഷ്വൽസും വരും. അതായത് ചിലപ്പോൾ ദൂരദർശനിലൊക്കെ പണ്ട് കാണുന്ന പോലെ ഒരു നീല കളറുള്ള സാധനം വന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ മഞ്ഞ നീല വെളിച്ചങ്ങൾ വരും. കുറച്ചുകൂടിയൊക്കെ കഴിയുമ്പോൾ ഹമ്മിങ്സൊക്കെ വന്ന് തുടങ്ങും. ഇത് കിട്ടാൻ വേണ്ടി ആവരുത് നിങ്ങളിത്. കാരണം ഇതൊക്കെ മായക്കാഴ്ചകളാണ്. ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാം. കാരണം എൻ്റെ ഒരു സോൾ ഫോളോവർ ചോദിച്ചൊരു കാര്യമുണ്ട്. അതായത് ഈ പറയുന്ന സുഗന്ധങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന കാഴ്ചകളെല്ലാം എന്താണ്, ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമെന്ന്. ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. കാരണം അതൊരു പറഞ്ഞു പോകേണ്ട ഒരു ടോപ്പിക്കാണ്. നമ്മൾ കാണുന്നതെല്ലാം അല്ലെങ്കിൽ അനുഭവിക്കുന്നതെല്ലാം നിജമല്ല,
പലതും മായകളാണ്. ആ മായാവലയത്തിൽ പെട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ നിന്നും പുരോഗതി ഉണ്ടാവില്ല, നമ്മളവിടെ കടന്നു പോകും. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന ബ്രഹ്മമുഹൂർത്തത്തിൽ പരമാവധി നിങ്ങൾ ആ പോസ്ചറിൽ ഇരുന്നിട്ട്, ആദ്യ കാലങ്ങളിലൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല, ശമ്പളം പടിഞ്ഞോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പത്മാസനത്തിലൊക്കെ ഇരിക്കാൻ പറ്റില്ല. പയ്യെ ഇത് കൊണ്ടുവരിക. നിങ്ങളുടെ ഈ കോൺസെൻട്രേഷൻ നിങ്ങളുടെ ബ്രീത്തിങ്ങിലോട്ട് മാത്രമാവുക. ഒരു സ്റ്റേജ് എത്തുമ്പോൾ കംപ്ലീറ്റ് ബ്ലാങ്ക് ആവും. ഈ സ്റ്റേജ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആവുന്ന ആ സ്റ്റേജ്, അതാണ് മെഡിറ്റേഷൻ. ഇതിൻ്റെ സമയം നമ്മൾ കൂട്ടി കൊണ്ടുവരാൻ നോക്കുക. എത്രത്തോളം കൂട്ടുന്നു അത്രത്തോളം നമ്മൾ ഇതാവുക. കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ കണ്ണടച്ച് ഒരു 10 സെക്കൻഡിനുള്ളിൽ നമ്മൾ ആ ഡീപ്പർ സ്റ്റേറ്റ് ഓഫ് മെഡിറ്റേഷനിലോട്ട് പോകും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കോൺഷ്യസിലോട്ടാണ് പോകുന്നത്. നിങ്ങൾ നേരെ നിങ്ങളുടെ ഉള്ളിലോട്ട് തന്നെ തിരിയുന്നൊരു സമയമാണ്. ആ സമയത്താണ് നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ മാക്സിമം യൂട്ടിലൈസേഷൻസ് നിങ്ങളുടെ ഉള്ളിൽ വരാൻ പോകുന്ന സമയം. അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ഇതാണ് മെഡിറ്റേഷൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു 11 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെഡിറ്റേഷൻ രീതി. ഇനി ഞാൻ വീഡിയോയുടെ ആദ്യം ഒരു കാര്യം പറഞ്ഞില്ലേ, നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടെന്ന്. അതായത് പലരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ചേട്ടന് ഉപാസന ക്രമങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ സാധന ക്രമങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ട്, സിമ്പിളായിട്ടുള്ളൊരു പ്രാർത്ഥനാക്രമം അല്ലെങ്കിൽ പ്രാർത്ഥനാ രീതി ഒന്ന് പറഞ്ഞുതരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. വലിയ സമയമൊന്നും എടുക്കാത്ത പെട്ടെന്ന് തീരാവുന്ന ഒരു പ്രാർത്ഥന ക്രമം അല്ലെങ്കിൽ പ്രാർത്ഥന രീതി പറഞ്ഞു തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അതാണ് സിമ്പിളായിട്ട് പ്രാർത്ഥന എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ പ്രാർത്ഥന എങ്ങനെ ഉൾക്കൊള്ളിക്കാം എന്നതിനെപ്പറ്റി. ഇതിന് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് തർപ്പണമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ് എന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ അമ്പലങ്ങളിൽ പോകുമ്പോൾ പൂജാരി ഒരു പഞ്ചപാത്രത്തിൽ നിന്നും വെള്ളം എടുത്തിട്ട് തർപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇത് തന്നെയാണ് തർപ്പണം. ഞാൻ പറഞ്ഞുതരാം, പേടിക്കേണ്ട. തർപ്പണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മുടെ ചുറ്റിനും സൂക്ഷ്മരൂപികളായിട്ട് ദേവന്മാർ നിൽക്കുന്നുണ്ട്, അതേപോലെ ഋഷിമാർ നിൽക്കുന്നുണ്ട്, നമ്മുടെ പിതൃഗണത്തിൽ നിന്നുള്ളവർ നിൽക്കുന്നുണ്ട്. ഇവർക്ക് നമ്മൾ വെള്ളം ആണ് തർപ്പിക്കുന്നത്. ഈ വെള്ളം തർപ്പണം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ, വെള്ളം എന്ന് പറയുന്നത് ഒരു പഞ്ചഭൂതമാണ്. ഇതിനെ തർപ്പിക്കുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഗ്രാറ്റിറ്റ്യൂഡാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ നന്ദിയാണ്. ഇത് നന്ദി നമ്മൾ കൊടുക്കണം. നമ്മുടെ ഉള്ളിലോട്ട് നന്ദി എത്രത്തോളം അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എത്രത്തോളം കൊണ്ടുവരാൻ പറ്റുന്നു അത്രത്തോളം നമ്മൾ പോസിറ്റീവാകും. അത്രത്തോളം എങ്കിൽ മാത്രമേ നമ്മളൊരു ഇത് കിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രപഞ്ചത്തിൽ നിന്നും കുറേ ഊർജ്ജം എടുക്കുന്നുണ്ട്, പക്ഷേ ആ പ്രപഞ്ചത്തിലോട്ട് നമ്മൾ തിരിച്ചൊന്നും കൊടുക്കുന്നില്ല. ഈ പറയുന്ന സൂക്ഷ്മരൂപികളായിട്ടുള്ള ദേവീദേവന്മാർക്കോ അല്ലെങ്കിൽ അവരുടെ ദേവഗണങ്ങൾക്കോ അല്ലെങ്കിൽ ഋഷിവര്യന്മാർക്കോ അവരുടെ ദേവഗണങ്ങളോ ഒന്നും നമ്മൾ മൈൻഡ് കൂടി ചെയ്യുന്നില്ല. ഈവൻ നമ്മുടെ പിതൃഗണങ്ങളെ പോലും പലരും മൈൻഡ് ചെയ്യുന്നില്ല. ഇതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ടതുണ്ട്. കാരണം അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന പോലെ നമുക്കും കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയേക്കണത്. ഇപ്പോൾ ഈ പറയുന്ന ഫോൺ ഉൾപ്പെടെ ഉള്ളവരൊക്കെ ഒരു ഋഷി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ പുച്ഛിക്കും. പക്ഷേ ഒരു ഋഷി തന്നെ ഉണ്ടാക്കിയതാണ്. ഈ പറയണ പോലെ രുദ്രാക്ഷവും അല്ലെങ്കിൽ എന്നെ പോലെ ഭസ്മോ അങ്ങനെ ഉള്ളവരല്ല. അവരും സയൻറ്റിസ്റ്റുകളൊക്കെ തന്നെയാണ്, ശരിയാണ്. പക്ഷേ അവരൊക്കെ കർമ്മയോഗികളാണ്. ഓക്കെ, ഈ പറയണ പോലെ ചന്ദനക്കൂറിയും രുദ്രാക്ഷമൊക്കെ ഇട്ട് നിൽക്കുന്നത് അത് വേറെ തരം ഋഷിമാരാണ് അല്ലെങ്കിൽ വേറെ തരം മുനിമാരാണ് എന്ന് വിചാരിച്ചാൽ മതി. മറ്റവർ സയൻറ്റിസ്റ്റുകളൊക്കെ കർമ്മയോഗികളാണ്. ഓക്കെ, ഇനി തർപ്പണം എങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളാണ്. അതായത് പഞ്ചപാത്രം എന്ന് പറയുന്ന സംഭവം കണ്ടിട്ടുണ്ട്. അത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഗ്ലാസ്സാണ്. അതിൻ്റെ അറ്റത്തൊരു സ്പൂണ് പോലൊരു സാധനമുണ്ട്, ഒരു ചെറിയൊരു തളിക. ഇത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ, വേറെ അർത്ഥങ്ങളൊക്കെ ഉണ്ടായിന്. അതൊക്കെ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിലായി പോയി കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ സമയം ഭയങ്കരമായിട്ട് വലുതാവും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഒട്ടുമിക്ക കടകളിൽ നമുക്ക് മേടിക്കാൻ കിട്ടും, പൂജ സ്റ്റോഴ്സിൽ പഞ്ചപാത്രം എന്താണ് മേടിക്കാൻ. ഇനി നിങ്ങൾക്ക് അത് മേടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒരു ഗ്ലാസ് മതി. ഒരു തുളസിയില ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തർപ്പണം അർപ്പിക്കാം. നമുക്ക് 6 തർപ്പണങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ ഒരു സ്പൂൺ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ പഞ്ചപാത്രത്തിനകത്ത് യൂസ് ചെയ്യുന്നൊരു ഇതുണ്ട്, അറ്റത്ത് പാമ്പിൻ്റെ ഇതായിരിക്കുള്ളൂ. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടേക്കാം. ഓക്കെ, അതിനകത്തുനിന്ന് ഫസ്റ്റ് നമ്മൾ വെള്ളം എടുത്തിട്ട് നമ്മുടെ കൈകളൊക്കെ ഒന്ന് കഴുകുക, ശുദ്ധീകരിക്കുക. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ തർപ്പണം ചെയ്യാൻ പോകുന്നത് ദേവന്മാർക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കയ്യിലോട്ട് വെള്ളം എടുക്കുക, ഇങ്ങനെ പിടിക്കുക, ഇവിടെ വെള്ളം എടുക്കുക. വെള്ളം എടുത്തിട്ട് ഓം ദേവാനാം തർപ്പയാമി എന്ന് പറഞ്ഞിട്ട് വെള്ളം ഇവിടെ കൂടി ഒഴുക്കുക. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ കൂടി ഒഴുക്കുക. അടുത്തത് ദേവഗണങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ തർപ്പണം ചെയ്യാൻ വേണ്ടത്. ഓം ദേവഗണാനാം തർപ്പയാമി എന്ന് പറഞ്ഞിട്ട് വെള്ളം ഇതിലേക്ക് കൂടി ഒഴുകുക. ഓക്കെ, ഇനി അടുത്ത തർപ്പണം ചെയ്യാൻ പോകണം. 3ാമത്തെ തർപ്പണം ചെയ്യാൻ പോകുന്നത് ഋഷിവര്യന്മാർക്ക് വേണ്ടിയാണ്.
ഓം ഋഷിവര്യം തർപ്പയാമി എന്ന് പറഞ്ഞിട്ട് ഇതിനെ കൂടി ഒഴിക്കുക. 4ാമത്തെ തർപ്പണം ഋഷി ഗണത്തിനാണ് തർപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഓം ഋഷി ഗണാനാം തർപ്പയാമി എന്ന് പറയുക, ഇതും തർപ്പിക്കുക. 5ാമത്തെ തർപ്പണം പിതൃക്കൾക്ക് വേണ്ടിയാണ്. ഈ തർപ്പണം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ കൂടിയല്ല വെള്ളം ഒഴുകാൻ പോകുന്നത്, ഇവിടെ കൂടിയാണ് വെള്ളം ഒഴുകാൻ പോകുന്നത്. ഓക്കെ, ഓം പിതൃക്യാം തർപ്പയാമി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൂടി വെള്ളം ഒഴുകുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 6ാമത്തെ തർപ്പണം, ലാസ്റ്റ് തർപ്പണം എന്ന് പറയുന്നത് പിതൃഗണങ്ങൾക്ക് വേണ്ടിയാണ്. ഓം പിതൃഗണം തർപ്പയാമി എന്ന് പറഞ്ഞിട്ട് ഇതിലേക്കൂടി വെള്ളം ഒഴുകുക. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. ഓം ദേവാനാം തർപ്പയാമി. 2ാമത്തത് ഓം ദേവഗണാനാം തർപ്പയാമി. 3ാമത്തത് ഓം ഋഷിവര്യാം തർപ്പയാമി. 4ാമത്തത് ഓം ഋഷിഗണാനാം തർപ്പയാമി. 5ാമത്തത് ഓം പിതൃഭ്യാം തർപ്പയാമി. 6ാമത്തത് ഓം പിതൃഗണാനാം തർപ്പയാമി. ഇതാണ് തർപ്പണം. ഇനി നിങ്ങൾക്ക് സംസ്കൃതം പറയാൻ പറ്റില്ലെങ്കിൽ ദേവന്മാർക്ക് തർപ്പിക്കുന്നു, ദേവഗണങ്ങൾക്ക് തർപ്പിക്കുന്നു, ഋഷിവര്യന്മാർക്ക് തർപ്പിക്കുന്നു, ഋഷിഗണത്തിന് തർപ്പിക്കുന്നു, പിതൃക്കൾക്ക് തർപ്പിക്കുന്നു, പിതൃഗണങ്ങൾക്ക് തർപ്പിക്കുന്നു. മലയാളത്തിലും പറഞ്ഞാൽ മതി. അവർക്ക് സാൻസ്ക്രിറ്റോ ഹിന്ദിയോ ഇംഗ്ലീഷോ അങ്ങനെയൊന്നും ഇതൊന്നുമില്ല. അവർക്ക് ജസ്റ്റ് നമ്മൾ മനസ്സ് അറിഞ്ഞ് തർപ്പിക്കണം. ഇതൊരു കാട്ടിക്കൂട്ടലാവരുത്. ഇത് ഏറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റിന് താഴെ വരുന്നൊരു സംഭവമാണ്. ഇനി നമുക്കൊരു ഇത് വേണം, ഒരു ജപത്തിനുള്ള ഒരു സംഭവം വേണം. ഇതിനൊരു ഉപദേശം നമുക്ക് സ്വീകരിക്കാം. തൊട്ടടുത്തുള്ളൊരു അമ്പലത്തിൽ പോവുക, അവിടുത്തെ മേൽശാന്തിനെ കാണുക, അല്ലെങ്കിൽ അവിടുത്തെ ആരാണോ പൂജ ചെയ്യുന്ന ശാന്തിനെ കാണുക. പോയിട്ട് നിങ്ങളൊരു ദേവി ഉപാസകനാണ്, അല്ലെങ്കിൽ ദേവീനാണ് നിങ്ങൾ കൂടുതൽ ഇഷ്ടമെങ്കിൽ നിങ്ങൾ പോയിട്ട് ഗായത്രി മന്ത്രം ഉപദേശം സ്വീകരിക്കുക. ഓക്കെ, ഇനി വിഷ്ണു വൈഷ്ണവമാണ് നിങ്ങൾ കുറച്ചും കൂടി ഫോളോ ചെയ്യാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ പോയിട്ട് അഷ്ടാക്ഷരി മന്ത്രം ഓം നമോ നാരായണായ സ്വീകരിക്കാം, അല്ലെങ്കിൽ ദ്വാദശി മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവ സ്വീകരിക്കാം. ഇനി നിങ്ങൾ ശൈവമാണെങ്കിൽ പഞ്ചാക്ഷരി മന്ത്രം പോയിട്ട് അവിടെ നിന്ന് ഈ പറയുന്ന പോലെ നമ്മുടെ ശാന്തിയിൽ നിന്നും, അല്ലെങ്കിൽ മേൽശാന്തിയോ അല്ലെങ്കിൽ അവിടുത്തെ ആരാണോ പൂജാരി പൂജ ചെയ്യുന്ന ആൾ അയാളിൽ നിന്ന് പോയിട്ട് പഞ്ചാക്ഷരി മന്ത്രം ഓം നമ ശിവായ സ്വീകരിക്കാം. എന്തിനാണ് ഈ പറയുന്ന ഉപദേശം സ്വീകരിക്കുക എന്ന് പറയുന്നത്? ഇതിനൊക്കെ ഛന്ദസ്സുണ്ട്. പഞ്ചാക്ഷരി മന്ത്രത്തിന് ഛന്ദസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചൊല്ലി തുടങ്ങാം. പക്ഷേ ബാക്കി 2 കാര്യങ്ങൾക്കും ഒരു ഛന്ദസ്സുണ്ട്. ആ ഛന്ദസ് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. യാതൊരു മടിയും കൂടാതെ പറഞ്ഞു തരും. കാരണം അത്രയ്ക്കും അങ്ങനത്തെ അത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മന്ത്രരീതിയാണ്. അത് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു മന്ത്രരീതിയാണ്. പക്ഷേ ആ ഛന്ദസ്സും കൂടി നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യം ജപത്തിലോട്ട് വരിക. ഓക്കെ, ഇനി ഗായത്രി മന്ത്രമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, അതായത് ശക്തിയമായിട്ട് ഗായത്രി മന്ത്രമാണ് നിങ്ങൾ എടുത്ത് പോകുന്നതെങ്കിൽ മിനിമം 11 തൊട്ടെങ്കിലും ചൊല്ലാൻ നോക്കുക. ഓക്കെ, മിനിമം. മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം ചൊല്ലാൻ പറ്റുന്നോ അത്രത്തോളം നല്ലത്. പിന്നെ ഇനി ശൈവമാണെങ്കിലും ഈ പറയുന്ന പോലെ വൈഷ്ണവമാണെങ്കിലും 108 മാക്സിമം ചൊല്ലാൻ നോക്കുക. പരമാവധി 108 ചൊല്ലാൻ നോക്കുക. ഇത് കണ്ടിന്യൂസ്ലി ഒരു 3 മാസം ഈ പറയുന്ന പ്രോസസ്സ്, അതായത് തർപ്പണവും ഈ പറയുന്ന പോലെ ഇതിന് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു മനുഷ്യനാവാൻ നോക്കുക. കാരണം നമ്മളൊട്ടും പ്രപഞ്ചത്തിൽ നിന്നും കുറേ ശക്തികൾ അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി എടുക്കുന്നുണ്ട്. നമ്മൾ പ്രപഞ്ചത്തിലോട്ടൊന്നും കൊടുക്കുന്നില്ല. ശരിക്കും നമ്മളൊരു അസുരന്മാരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കേണ്ടി വരും. കാരണം പ്രപഞ്ചത്തിൽ നിന്നും നമ്മൾ എന്തെടുക്കുന്നു സ്വീകരിക്കുന്നു, ആ എനർജി എത്രത്തോളം സ്വീകരിക്കുന്നു അത്രത്തോളം തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യരാണ്. നമ്മളൊക്കെ അതിനേലും താഴെ കൊടുക്കുന്നവരാണ്. അതിന് 3 ഇരട്ടി കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ അവരൊക്കെ ദേവന്മാരാണ്, സിമ്പിളായിട്ട് പറഞ്ഞാൽ. സോ ഇതൊന്ന് പരീക്ഷിക്കുക. ഒരു 3 മാസം നിങ്ങൾ ഒന്ന് ഈ പറയണ പോലെ ഈ ഒരു പ്രാർത്ഥന ക്രമം ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കുക. ഡെഫിനറ്റ്ലി മനസ്സറിഞ്ഞ് ഈ പറഞ്ഞ നിങ്ങളുടെ ഉള്ളിലോട്ട് നോക്കി നിങ്ങളൊന്ന് ചെയ്തു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് വരും ഉറപ്പായിട്ടും. ഇതാണ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കുറേ നാളായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഒരു സിമ്പിളായിട്ടുള്ളൊരു പ്രാർത്ഥന രീതി പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞിരുന്ന ഉപാസന സാധനം എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം അതിന് തക്കതായൊരു ഗുരു നിങ്ങളിലോട്ട് വരും. ഈ പറയുന്ന രീതി ചെയ്ത് പോയി കഴിഞ്ഞ് നിങ്ങളിലോട്ട് വരേണ്ടതാണെങ്കിൽ ഒരു ഗുരു നിങ്ങളിലോട്ട് വരും. ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് ചൊല്ലുന്ന ഒരു അഫർമേഷൻ ഉണ്ട്. അതായത് ഇഫ് ഇറ്റ് ഈസ് ഫോർ മീ മേക്ക് ഇറ്റ് ഫ്ലോ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫോർ മീ മേക്ക് ഇറ്റ് ഫോൾ ഇമ്മീഡിയറ്റ്ലി എന്നാണ്. മലയാളത്തിൽ പറഞ്ഞതിനാണെങ്കിൽ എനിക്കുള്ളതാണെങ്കിൽ അത് എന്നിലോട്ട് ഒഴുകട്ടെ, എനിക്ക് വേണ്ടാത്തതാണെങ്കിൽ അത് ആ ഒഴുക്ക് വേണ്ട, അത് ഇപ്പം തന്നെ നിർത്തിക്കോ എന്നാണ് ഞാൻ പറയുന്നത്. സോ ഈ പറയുന്ന 2 കാര്യങ്ങൾ, അതായത് മെഡിറ്റേഷനും ഈ പറയുന്ന പോലെ ഒരു സിമ്പിളായിട്ടുള്ള പ്രാർത്ഥന രീതി ഉണ്ടെങ്കിൽ
നിങ്ങളുടെ ലൈഫും മാറി തുടങ്ങും എന്നേ ഞാൻ സിമ്പിളായിട്ട് പറയുന്നുള്ളൂ. കാരണം നമുക്ക് ആർക്കും സമയം കളയാൻ, നമുക്ക് വേണ്ടി സമയം കളയാൻ ഇതില്ല. എന്നാൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സമയം ആവശ്യമാണ്. സോ ഈ പറയുന്ന സിമ്പിളായിട്ടുള്ള 2 കാര്യങ്ങൾ, ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നത് പലർക്കും ചിലപ്പോൾ ഇതായിരിക്കുള്ളൂ. പക്ഷേ ഈ പറയുന്ന പോലെ ഈ സിമ്പിളായിട്ടുള്ള പ്രാർത്ഥന രീതികൾ നിങ്ങൾ ചെയ്യുക. ഇതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന സിമ്പിളായിട്ടുള്ളൊരു അഡ്വൈസ്. ഇതെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മളിലോട്ട് വരികയുള്ളൂ. എങ്കിൽ മാത്രമേ ആ പോസിറ്റീവായിട്ടുള്ള ഊർജ്ജം നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ആളുകളുടെ പുറകെ പോകും, എന്നിട്ട് അനാവശ്യങ്ങളിലോട്ട് ചെന്ന് കയറും. ഇതൊന്നും വേണ്ടതേ. നമ്മളോട്ട് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടി തുടങ്ങും പയ്യെ. ഇടാപിടിയെന്നൊന്നും പ്രതീക്ഷിക്കരുത്. 3 മാസമെങ്കിലും നിങ്ങളൊരു സമയം കൊടുക്കുക, മനസ്സർപ്പിക്കുക, തർപ്പണം ചെയ്യുക, മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആർക്കോ വേണ്ടി ചെയ്യരുത്, എനിക്ക് വേണ്ടി ചെയ്യരുത്, നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രം അതിൽ നിന്ന് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസേഷൻ ഉണ്ടാക്കാൻ നോക്കുക. സോ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.